ശബരിമല സംരക്ഷണ സംഗമത്തിന് പന്തളത്ത് തുടക്കമായി. ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരും പിതാവ് കണ്ഠരര് മോഹനരും ചേർന്നാണ് നിലവിളക്ക് തെളിയിച്ച CK അഭിലാൽ വിവരങ്ങളുമായിട്ടുണ്ട്. അഭിലാൽ, ഒരു സമാന്തര സംഗമം എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാം. 2 ദിവസം മുമ്പാണ് സർക്കാരിൻ്റെ അയ്യപ്പ സംഗമം പൂർത്തിയായത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകളുമൊക്കെ എല്ലാവരും കണ്ടതാണ്. ഇവിടെ എങ്ങനെയാണ് സംഗമം, എങ്ങനെയാണ് ആളുകളുടെ പങ്കാളിത്തം, എന്തൊക്കെയാണ് കാര്യപരിപാടികൾ? ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞുള്ള ചെറിയ ഇടവേള സെഷനിൽ 1000 പ്രതിനിധികളെയാണ് പങ്കെടുപ്പിക്കാൻ തീരുമാനമെടുത്തിരുന്നെങ്കിൽ അതിൽ ഇരട്ടിക്ക് അടുത്ത ആളുകൾ ഇപ്പോൾ തന്നെ പന്തളം നാനാക് കൺവെൻഷൻ സെന്ററിൽ ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം വിശ്വാസികളെ പരമാവധി പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമ്മേളനമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശ്രീവത്സം മൈതാനത്ത് വലിയ തോതിലുള്ള പന്തലും ഇതിനായി ക്രമീകരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ വലിയ തോതിലുള്ള ജനസഞ്ചയം ആദ്യഘട്ടത്തിൽ വന്നു ചേർന്നു എന്നതിനാൽ തന്നെ ഉച്ചയ്ക്ക് ശേഷവും സമാന നിലയിൽ ഉള്ള ഒരു പങ്കാളിത്തം തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 5000-നടുത്ത ആളുകൾ ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന സമ്മേളനത്തിന്റെ ഭാഗമാകും എന്ന് തന്നെയാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. ജനപങ്കാളിത്തം, വിശ്വാസികളുടെ പങ്കാളിത്തം നല്ല നിലയിലുണ്ട്. എങ്ങനെ വിലയിരുത്തുന്നു? അതെ, വിശ്വാസികളും ഭക്തന്മാരും ആരോടൊപ്പമാണ് എന്ന് ബോധ്യപ്പെടുന്നതാണ് ഇന്ന് പന്തളത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമം. ഏതായാലും ഭക്തന്മാരും വിശ്വാസികളും സംസ്ഥാന സർക്കാരിനോടൊപ്പമല്ല, പിണറായി സർക്കാരിനോടൊപ്പമല്ല എന്നുള്ളത് ഇന്നത്തെ പന്തളത്ത് നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമം എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ ഭക്തജനങ്ങളുടെ പങ്കാളിത്തം, വിശ്വാസികളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. വിശ്വാസികളും ഭക്തജനങ്ങളും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും സംയുക്തമായി സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം അവർ ബഹിഷ്കരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ അർത്ഥത്തിലും അത് സമ്പൂർണമായ പരാജയമായി മാറിയത്. ഹൈന്ദവ സംഘടനകളും അതേപോലെ തന്നെ ശബരിമല കർമ്മസമിതിയും സംഘടിപ്പിച്ച അയ്യപ്പന്റെ ജന്മം കൊണ്ട് പവിത്രമായ പന്തളത്ത് സംഘടിപ്പിച്ച ഈ ശബരിമല സംരക്ഷണ സംഗമം ഒരു സമ്പൂർണ്ണ വിജയമായി മാറിയിരിക്കുന്നു. ഭക്തജനങ്ങളും വിശ്വാസികളും ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഈ സമ്മേളനമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുക. ഇവിടെ കസേരകള് ബാക്കിയല്ല, ഇരിക്കാൻ കസേരയില്ല. പന്തളത്ത് നടന്ന പരിപാടിയിൽ പകുതിയിലെ കസേര ഒഴിവായിരുന്നു. ഒഴിവുള്ള ആ ഇരുന്ന കസേരയിൽ തന്നെ CIT-യുടെ, DYFIയുടെ, NGO യൂണിയന്റെയും പ്രവർത്തകന്മാരാണ് കൂടുതലും ഇരുന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ കപട നാടകം പൊളിഞ്ഞ് പാളീസായിരിക്കുന്നു. വിശ്വാസികളുടെ സംഗമം പരിപൂർണമായി വിജയിച്ചിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് പ്രതിനിധികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹൈന്ദവ സംഘടനകൾ, ക്ഷേത്ര സമിതി ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ കർമ്മസമിതിയുമായി സഹകരിച്ച് കഴിഞ്ഞ 2018 അടക്കമുള്ള കാലയളവിലെ സമര പ്രക്ഷോഭങ്ങളിലടക്കം ഭാഗമായ സംഘടനകളുടെ പ്രതിനിധികൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ഉച്ചയ്ക്ക് 3 മണിക്കാണ് കുളനടയിൽ മഹാസമ്മേളനം സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. BJP തമിഴ്നാട് മുൻ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയാണ് അതിന്റെ ഉദ്ഘാടകനായി വന്നു ചേരുന്നത്. മറ്റൊരു സവിശേഷമായ കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. സംസ്ഥാന സർക്കാർ പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ സ്വാഗത സംഘത്തിന്റെ പ്രധാന ചുമതല വഹിക്കുന്നത് പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള നാരായണ വർമ്മയുമാണ്. ശരി, പന്തളത്താണ് ഇപ്പോൾ ശബരിമല സംരക്ഷണ സംഗമം നടക്കുന്നത്. വലിയ ജനപങ്കാളിത്തമുണ്ട് എന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. PK കൃഷ്ണദാസാണ് നേരത്തെ നമ്മളോട് പ്രതികരിച്ചത്. BJP തമിഴ്നാട് മുൻ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഒപ്പം തേജസ്വി സൂര്യ അടക്കമുള്ളവർ പങ്കെടുക്കും എന്ന വിവരവുമുണ്ട്. എന്തായാലും 2 ദിവസം മുമ്പാണ് അയ്യപ്പ സംഗമം പമ്പയിൽ നടന്നത്. സർക്കാർ പറയുന്നു ഞങ്ങളല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയതാണെന്ന്. എന്തായാലും ഒരു ഔദ്യോഗിക സംവിധാനത്തിൽ നടന്ന പരിപാടി. ഇത് മറ്റൊരു സംഗമമാണ്. എന്തായാലും ശബരിമലയുടെ ഉന്നതിക്കും ശബരിമലയുടെ കീർത്തി കൂടുതൽ വളരാനും ആകട്ടെ എല്ലാ സംഗമങ്ങളും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.